ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്പി ബേബിക്കോൺ ചില്ലിയാണ്. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മഞ്ചൂറിയൻ ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബേബിക്കോൺ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് 4 മണിക്ക് ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി എന്നിവയോടൊപ്പവും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബേബിക്കോൺ 250 ഗ്രാം, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. സോസ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. 3-4 സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട്, അതുപോലെ ഗ്രീൻ പാർട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, 2-3 പച്ചമുളക് കീറിയത്, അതുപോലെ തന്നെ ജിഞ്ചർ 1 ടീസ്പൂൺ, ഗാർലിക്ക് 2 ടേബിൾ സ്പൂൺ, ചില്ലി പൗഡർ ആവശ്യത്തിന് നമുക്ക് എരിക്കനുസരിച്ച് നമുക്കിടാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ ബേബിക്കോൺ ഒന്ന് കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുപോലെ നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് വളരെ സോഫ്റ്റായിട്ട് വേണം, പൊടിഞ്ഞു പോകരുത്. അതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനിയും വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇത് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളച്ചു, അധികം വെന്ത് പോകരുത്, ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കൂടി വെച്ചാൽ മതി. ഒരു 2 മിനിറ്റായി, ബ്ലാൻഡായി, അധികം വെന്ത് പോകരുത്. നമുക്കിത് ഊറ്റിയെടുക്കാം. ബേബിക്കോൺ തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി നമുക്കിട്ട് കൊടുക്കാം, അവനവൻ്റെ എരിക്കനുസരിച്ച്. നമുക്ക് കോൺഫ്ലോർ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മൈദാപ്പൊടിയും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം 2 ടേബിൾ സ്പൂൺ വീതം ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ അരിപ്പൊടി അതൊരു ക്രിസ്പ്നെസ് വരാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തു. നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പൊടിയാതെ മിക്സ് ചെയ്യണം. പൊടി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ഇനിയും വേണം, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കോൺഫ്ലോർ, അല്പം കൂടെ മൈദാപ്പൊടി, അതുപോലെ തന്നെ അല്പം റൈസ് ഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം.
അധികം വെള്ളമാവരുത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് വറുത്തെടുക്കാം. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് നമുക്ക് സെപ്പറേറ്റ് ഇട്ട് കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അഥവാ ഇത് ഫ്രൈ ആയില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫ്രൈ നമുക്ക് ചെയ്യാം. അതായത് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ട് വെച്ചിട്ട് പിന്നെയും രണ്ടാമത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇത് മൂത്തു, നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പായിട്ടുണ്ട്. വീണ്ടും ക്രിസ്പിനെസ് വേണമെങ്കിൽ രണ്ടാമത് ഒന്നുകൂടി ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. നമുക്കിനി സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കാം. പൊടിയാതെ നമുക്ക് അത് ഒന്ന് തിരിച്ചിടാം. സെക്കൻഡ് ട്രിപ്പും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നല്ലപോലെ ക്രിസ്പായി, രണ്ടാമത് വറുക്കേണ്ട കാര്യമില്ല. നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ട് നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ എള്ളിൻ്റെ കാര്യം ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറയാൻ മറന്നുപോയി. ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ മതി. എള്ള് നമ്മളിടുന്നത് ഗാർണിഷ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല ഒരു ടേസ്റ്റുമായിരിക്കും. അതിന് വേണ്ടി നമ്മൾ എള്ള് ഫ്രൈ ആയി, നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിന് സോസ് ഉണ്ടാക്കാനായിട്ട് ആ പാനിലേക്ക് കുറച്ച് എണ്ണ, നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ ഒഴിച്ചാലും മതി. അത് ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ളപ്പാട്ട് സ്കാലിയൻ നമുക്ക് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞത് ഇടാം. പച്ചമുളക് അതുകൂടെ ഇടാം. വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രമാത്രം സോസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ്. ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ഇടാം. സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് എരി അനുസരിച്ച് വേണം ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട്. കുറച്ച് ഹണി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഹണി ഇല്ലെങ്കിൽ പഞ്ചസാര 1 സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി. അതിൻ്റെ എരിയും ഒക്കെ നമുക്കൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണിത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഹണി പറഞ്ഞില്ലായിരുന്നു. ഹണിയും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ 1 സ്പൂൺ വിനീഗറും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അത് പുളിക്കനുസരിച്ച് ഒഴിച്ചാൽ മതി. അല്പം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചത് തിളച്ചു. നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതുപോലെ വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പ് നോക്കി വേണം ഇടാൻ. കാരണം നമ്മൾ സോയാ സോസ് ഒഴിച്ചുകൊണ്ട് അതിനകത്ത് ഉപ്പുണ്ട്. അപ്പം നമ്മൾ പരുവത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് ചേർക്കുക. കോൺഫ്ലോർ നല്ലതുപോലെ വെന്തു നല്ലൊരു സോസായിട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ കോൺ വറുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് എള്ള് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും നമുക്ക് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ബേബി കോൺ ചില്ലി റെഡിയായി. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകരാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ബേബി കോൺ ചില്ലി റെഡിയായി. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണിത്. നിങ്ങൾക്ക് വീട്ടിലെടുത്ത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.